नमस्ते सारस्वते देवे गौरवाणी प्रचारिणी निर्विशेष शून्यवादी पाश्चात्य देशतारिणी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। हरे कृष्ण। എല്ലാ ഭക്തർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം ഇന്ന് നമ്മൾ 18ാമത്തെ അധ്യായം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 17ാമത്തെ അധ്യായം ശ്രദ്ധാവിഭാഗങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. വ്യത്യസ്ത വിശ്വാസങ്ങളെ കുറിച്ചും സപ്തരജസ്തമോഹങ്ങളിലുള്ള വിശ്വാസങ്ങളെ കുറിച്ചും യജ്ഞങ്ങളെ കുറിച്ചും ദാനത്തെ കുറിച്ചും തപസ്സിനെ കുറിച്ചുമെല്ലാം ഭഗവാൻ പറഞ്ഞു തന്നു. ശാരീരികമായിട്ടുള്ള തപസ്, മാനസികമായിട്ടുള്ള തപസ്, വാചികമായിട്ടുള്ള തപസ്, ഇതെല്ലാം ഭഗവാൻ വിശദീകരിച്ചു പറഞ്ഞു തന്നു. എന്നാൽ ഇതെല്ലാം ഭഗവാന് സമർപ്പിക്കാതെ ചെയ്യുകയാണെങ്കിൽ, യജ്ഞമാണെങ്കിലും ദാനമാണെങ്കിലും തപസ്സാണെങ്കിലും ഭഗവാന് സമർപ്പിക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ അതെല്ലാം അസത്താണ് എന്ന് ഭഗവാൻ പറഞ്ഞ് 17ാമത്തെ അധ്യായം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാന് സമർപ്പിക്കാതെയുള്ള എല്ലാവിധ യജ്ഞങ്ങളും ദാനങ്ങളും തപസ്സുകളും അസത്താണ്, അല്ലെങ്കിൽ നിഷ്പ്രയോജനകരമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഈ ലോകത്തിലോ അല്ലെങ്കിൽ പരലോകത്തിലോ അങ്ങനെയുള്ള യജ്ഞങ്ങൾ കൊണ്ടോ ദാനങ്ങൾ കൊണ്ടോ തപസ് കൊണ്ടോ പ്രയോജനമൊന്നുമില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ അധ്യായം അവസാനിക്കുന്നത്. അശ്രദ്ധയാ മുദം ദത്തം തപസ്തപ്തം കൃതം ചെയ്യുന്നത് അസത് ഇത്യുച്യതേ പാർത്ഥ നചതത് പ്രേത്യ നോ ഇഹ. ഭഗവാനെ സമർപ്പിക്കാതെ ഓം തത്സത് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ സമർപ്പിക്കാതെ ചെയ്യുന്ന യജ്ഞങ്ങളും ദാനങ്ങളും തപസ്സുകളും സാത്വിക ഗുണത്തിലാണെങ്കിൽ പോലും, സത്വഗുണത്തിലാണെങ്കിലും രജോ ഗുണത്തിലാണെങ്കിലും തമോ ഗുണത്തിലാണെങ്കിലും ഏത് ഗുണത്തിലാണെങ്കിലും ഭഗവാനെ സമർപ്പിക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ അത് അസത്താണ്. അതിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഈ ലോകത്തിലോ അടുത്ത ലോകത്തിലോ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നാണ് ഭഗവാൻ അന്തിമമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഭഗവത്ഗീത ഉപദേശങ്ങളൊക്കെ അവസാനിക്കുകയാണ് എന്നാണ് ശ്രീല പ്രഭുപാദരുടെ അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്, 1ാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത അധ്യായം 18ാമത്തെ അധ്യായം, അവസാനത്തെ അധ്യായം, ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയങ്ങളുടെയും ഒരു ചുരുക്കമാണ് എന്നാണ് പറയുന്നത്. ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ അധ്യായങ്ങളും ചുരുക്കി ഭഗവാൻ പറഞ്ഞു തരുന്നതാണ് 18ാമത്തെ അധ്യായം. അപ്പോൾ ഈ 18ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം നേരത്തെയുള്ള അധ്യായങ്ങളിൽ ഭഗവാൻ പ്രതിപാദിച്ചിട്ടുള്ള, ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ശ്ലോകം വായിക്കാം. ആദ്യത്തെ ശ്ലോകം അർജുനൻ പറയുന്നതാണ്. അധ്യായം 18 സന്യാസത്തിന്റെ പരിപൂർണത എന്നാണ് ശ്രീല പ്രഭുപാദർ 18ാമത്തെ അധ്യായത്തിന് നൽകിയിട്ടുള്ള പേര്. സന്യാസത്തിന്റെ പരിപൂർണത.
ഒന്നാമത്തെ ശ്ലോകം അർജുനൻ പറയുന്നതാണ്. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക് കേശിനിഷൂദന. സന്യാസത്തിന്റെ തത്വം എന്താണ്? സന്യാസത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സന്യാസത്തിന്റെ തത്വവും അതേപോലെ ത്യാഗത്തിന്റെ തത്വം. എന്തിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ ത്യാഗം ചെയ്യുന്നത്? വ്യത്യസ്ത തരത്തിലുള്ള ത്യാഗങ്ങൾ ഏതെല്ലാമാണ്? അതേപോലെ സന്യാസത്തിന്റെ ഉദ്ദേശം എന്താണ്? യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് സന്യാസം കൊണ്ട് ചെയ്യേണ്ടത്? ഇതാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഭഗവത്ഗീതയിൽ പറഞ്ഞതിൽ എല്ലാം ഈ വിഷയമുണ്ട്. എന്താണ് സന്യാസം എന്നൊക്കെ 6-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർമ്മഫലം ഉദ്ദേശിക്കാതെ പ്രവർത്തിക്കുന്നതാണ് സന്യാസം എന്ന് 6-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചുരുക്കി ഈ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. എന്താണ് സന്യാസം, എന്താണ് ത്യാഗം, വ്യത്യസ്ത തരത്തിലുള്ള ത്യാഗങ്ങൾ ഏതെല്ലാമാണ്, അതേപോലെ ജ്ഞാനം, ജ്ഞേയം, കർമ്മം, ഇതെല്ലാം ഭഗവാൻ വ്യത്യസ്ത രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. സത്വരജസ്തമോ ഗുണങ്ങൾക്കനുസരിച്ച് വിഭജിച്ച് ഭഗവാൻ കർമ്മത്തെയും ജ്ഞാനത്തെയും ജ്ഞേയത്തെയും കർത്താവിനെയും ഒക്കെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ എല്ലാം വിഭജനങ്ങൾ ഭഗവാൻ ഈ അധ്യായത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം വർണ്ണാശ്രമ വ്യവസ്ഥയെ കുറിച്ചും ഭഗവാൻ പറയുന്നുണ്ട്. വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് പൂർണ്ണനായിട്ട് തീരാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അവസാനം ഭക്തിയോഗത്തെ കുറിച്ച് പറയുന്നു. പൂർണ്ണമായിട്ടും ഭഗവാനെ സമർപ്പിക്കുകയാണ് വേണ്ടത് എന്ന് ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ ഭഗവാൻ അന്തിമമായിട്ട് ഭഗവത്ഗീതയുടെ ഉപദേശങ്ങളെല്ലാം ചുരുക്കി പറഞ്ഞു തരുന്നത്. ഈ അധ്യായം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുവരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചുരുക്കി മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കും. 1-ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനവും ഭാവാർത്ഥവും നമുക്ക് വായിക്കാം. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 1-ാമത്തെ ശ്ലോകം അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക് കേശിനിഷൂദന. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു, വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. അർജുനൻ പറഞ്ഞു, മഹാബാഹുവായ കൃഷ്ണ, കേശിയെ ഹനിച്ചവനും ഇന്ദ്രിയങ്ങളുടെ നാഥനുമായ ഭഗവാനെ, ത്യാഗത്തിന്റെയും സന്യാസത്തിന്റെയും ഉദ്ദേശം എന്തെന്നറിയുവാൻ ആഗ്രഹമുണ്ട്. ഭാവാർത്ഥം. വാസ്തവത്തിൽ 17-ാം അധ്യായത്തിൽ ഭഗവത്ഗീത അവസാനിക്കുന്നു. മുൻ വിവരിച്ച വിഷയങ്ങളുടെ സംക്ഷിപ്തമായ ഒരു അനുബന്ധമെത്രേ 18-ാം അധ്യായം. ഭക്തിപൂർവമായ ഭഗവത് സേവനമാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യമെന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിലെ എല്ലാ അധ്യായങ്ങളിലും ഊന്നി പറഞ്ഞിട്ടുണ്ട്. അത്യന്ത രഹസ്യമായ ജ്ഞാനമാർഗവും അതുതന്നെയാണെന്നാണ് ഈ അധ്യായത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ 6 അധ്യായങ്ങളിൽ ഭക്തിഭരിതമായ സേവനത്തിനാണ് പ്രാമുഖ്യം നൽകിയത്. യോഗിനാമഭി സർവേഷാം എന്ന സ്വാത്മാവിൽ തന്നെ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് യോഗികളിൽ വെച്ച് ശ്രേഷ്ഠൻ എന്ന്. പിന്നീടുള്ള 6 അധ്യായങ്ങളിലൂടെ വിശുദ്ധമായ ഭക്തിയുത സേവനത്തിന്റെ സ്വഭാവവും പ്രവർത്തന രീതിയും വിശദീകരിക്കുകയാണ്. അതിനുശേഷമുള്ള 6 അധ്യായങ്ങളിൽ ജ്ഞാനം, ത്യാഗം, ഭൗതികാധ്യാത്മിക പ്രകൃതികളുടെ പ്രവർത്തന രീതി, ഭക്തിയുത സേവനം എന്നിവ വിവരിക്കപ്പെടുന്നു. പരമപുരുഷനായ മഹാവിഷ്ണുവിന്റെ പ്രതീകമായ ഓം തത് സത് എന്ന വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് വേണം സകല കർമ്മങ്ങളും ചെയ്യുവാൻ എന്ന നിർദ്ദേശത്തോടു കൂടിയാണ് 17-ാം അധ്യായം അവസാനിക്കുന്നത്. ഈ 3-ാം ഖണ്ഡം ഭക്തിയുത ഭഗവത് സേവനമല്ലാതെ മറ്റൊന്നുമല്ല, ജീവിതത്തിന്റെ പരമോദ്ദേശം എന്ന് സ്ഥാപിക്കുന്നുണ്ട്. ബ്രഹ്മസൂത്രങ്ങളുടെയും വേദാന്ത സൂത്രങ്ങളുടെയും പൂർവികാചാര്യന്മാരുടെ വാക്കുകളുടെയും പ്രാമാണികത ഈ സിദ്ധാന്തത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വേദാന്ത സൂത്രജ്ഞാനം തങ്ങളുടെ കുത്തകയാണെന്ന് കരുതുന്ന വ്യക്തിശൂന്യവാദികളുണ്ട്. വാസ്തവത്തിൽ വേദാന്ത സൂത്രം ഭക്തിപൂർവമായ സേവനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനുള്ളതാണ്. വേദാന്ത സൂത്രത്തിന്റെ രചയിതാവും ജ്ഞാതാവും ഭഗവാൻ തന്നെ.
15-ാം അധ്യായത്തിൽ ഇത് വെളിവാക്കിയിട്ടുണ്ട്. ഏത് ധാർമ്മിക ഗ്രന്ഥത്തിന്റെയും വേദത്തിന്റെയും ലക്ഷ്യം ഭക്തിയുത സേവനമാണ്. ഇത് ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുണ്ട്. 2-ാം അധ്യായത്തിലെ പോലെ 18-ാം അധ്യായത്തിലും ഈ ഉപദേശങ്ങളുടെ സംക്ഷേപ രൂപം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ത്യാഗവും ത്രിഗുണാതീതമായ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേരലുമാണ് ജീവിതത്തിന്റെ ഉദ്ദേശമെന്ന് ഭഗവത്ഗീത ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭഗവത്ഗീതയിലെ 2 വ്യത്യസ്ത വിഷയങ്ങളായ ത്യാഗം, സന്യാസം ഇവയെക്കുറിച്ച് അറിയാൻ അർജുനൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഈ 2 വാക്കുകളുടെ അർത്ഥം ചോദിക്കുകയാണ്. ഈ ശ്ലോകത്തിൽ കൃഷ്ണനെ സംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന ഋഷികേശ, കേശിനിഷൂദന എന്നീ 2 പേരുകൾ ശ്രദ്ധേയങ്ങളാണ്. ഋഷികേശൻ എന്നതിന് ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്നാണ് അർത്ഥം. ഇന്ദ്രിയാധിനാഥനായ കൃഷ്ണന് മനഃശാന്തി നേടാനുള്ള യത്നത്തിൽ മനുഷ്യനെ സർവ്വദാ സഹായിക്കാൻ കഴിയും. തനിക്ക് സമനില കൈവരിക്കാൻ ഉതകുന്ന വിധത്തിൽ എല്ലാ വിഷയങ്ങളും സംക്ഷിപ്തമായി പറഞ്ഞു തരണമെന്ന് അർജുനൻ അപേക്ഷിക്കുന്നു. അദ്ദേഹത്തിന് ചില സംശയങ്ങളുണ്ട്. സംശയങ്ങളെ അസുരന്മാരോട് ഉപമിക്കാറുണ്ട്. അതുകൊണ്ട് അർജുനൻ കൃഷ്ണനെ കേശിനിഷൂദന എന്ന് അഭിസംബോധന ചെയ്യുന്നു. ഭഗവാന്റെ കയ്യാൽ കൊല്ലപ്പെട്ട അതിഭീകരനായ ഒരു അസുരനായിരുന്നു കേശി. ഇപ്പോൾ തന്റെ സംശയത്തെയും കേശിയെ എന്ന പോലെ ഭഗവാൻ നാമാവിശേഷമാക്കുമെന്നാണ് അർജുനന്റെ പ്രതീക്ഷ. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. താങ്ക് യു ലത മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ശീലപ്രഭുപാദർ ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നത് ഭഗവത്ഗീത ഉപദേശങ്ങളെല്ലാം 17-ാം അധ്യായത്തോടുകൂടി അവസാനിച്ചു എന്നുള്ളതാണ്. വാസ്തവത്തിൽ 17-ാം അധ്യായത്തിൽ ഭഗവത്ഗീത അവസാനിക്കുന്നു. അപ്പോൾ 18-ാം അധ്യായത്തിൽ ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത്. അറിയേണ്ട കാര്യങ്ങളെല്ലാം ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് വിശദീകരിക്കുന്നത്. ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ അധ്യായത്തിന്റെയും ചുരുക്കമാണ് ഈ 18-ാം അധ്യായം. ഇതുവരെ ഏതെങ്കിലും ഭാഗം കേൾക്കുന്നതിന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിവിടെ ഭഗവാൻ ചുരുക്കി പറഞ്ഞു തരുന്നു. ഭഗവാന്റെ ഒരു കാരുണ്യമാണ്. ഏതെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ അധ്യായം കേട്ടുകഴിഞ്ഞാൽ ഇതുവരെയുള്ള അധ്യായമൊക്കെ കേട്ടതിന്റെ ഫലമുണ്ടാകും. അതുകൊണ്ട് 18-ാം അധ്യായത്തിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചുരുക്കി പറയുകയാണ് ചെയ്യുന്നത് എന്ന് പറയും. മറ്റൊരു കാര്യം ശീലപ്രഭുപാദർ വിശദീകരിക്കുന്നത് ഭഗവാന്റെ നാമങ്ങളാണ്. അർജുനൻ ഉപയോഗിച്ചിട്ടുള്ള 2 വാക്കുകളാണ് ഋഷികേശ, പൃഥക്, കേശി, നിഷൂദന. ഭഗവാന്റെ 2 പേരുകൾ ഈ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്. ഒന്ന് ഋഷികേശ, രണ്ടാമത് കേശി നിഷൂദന. ഋഷികേശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ നാഥനാണ്, നമുക്കറിയാം. അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലേ, അല്ലെങ്കിൽ മനസ്സിനെ സമാധാനപരമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചാലേ ഭഗവാനെ കുറിച്ച് യഥാർത്ഥ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതിന് ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ്. ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിനും മനസ്സിന്റെ സ്വസ്ഥതയ്ക്ക് ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ്. കാരണം ഭഗവാന്റെ പ്രകൃതിയാണ് മനസ്സ്. ഇന്ദ്രിയങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതും ഭഗവാന്റെ ശക്തി കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമ്മൾക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനോ മനസ്സിന് സ്വസ്ഥത കൈവരിക്കാനോ സാധിക്കുകയില്ല. അപ്പോൾ മനസ്സിന്റെ സ്വസ്ഥതയ്ക്കും ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിനുമായിട്ട് അർജുനൻ ഭഗവാനെ ഋഷികേശ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അതേപോലെ കേശി നിഷൂദന എന്ന് പറയുന്നു. കേശി എന്ന് പറയുന്നത് അസുരനാണ്, നമുക്കറിയാൻ പറ്റും. ഭഗവാന്റെ വൃന്ദാവന ലീലയുടെ സമയത്ത് കേശി എന്നുള്ള അസുരന്റെ രൂപത്തിൽ ഭഗവാനെ വധിക്കുന്നതിന് വേണ്ടി ഒരു അസുരൻ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെ? കേശി ഏത് രൂപത്തിലാണ് വന്നിരുന്നത്? കുതിരയുടെ രൂപത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേശി എന്ന് പറയുന്നത് ഇവിടെ സംശയമാണ്. നമ്മുടെ മനസ്സിലുള്ള സംശയങ്ങളെയാണ് കേശി പ്രതിനിധീകരിക്കുന്നത് എന്നാണ് വിശദീകരിക്കുന്നത് ശീലപ്രഭുപാദർ. നമ്മുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ടാവും, ഭഗവാനെ കുറിച്ചുള്ള സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങളൊക്കെ ഭഗവാൻ വധിക്കുന്നു. ഏതുപോലെ കേശി എന്നുള്ള അസുരനെ ഭഗവാൻ വധിച്ചതുപോലെ ഭഗവാൻ ഒരു ആയുധവും എടുക്കാതെ കേശിയെ വധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആയുധത്തിന്റെയും സഹായമില്ലാതെ ഭഗവാൻ ആ കേശി എന്നുള്ള അസുരനെ വധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ എന്റെ എല്ലാവിധ സംശയങ്ങളും ഇല്ലാതാക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഭഗവാനെ കേശി വിശൂദന, കേശിയെ വധിച്ചവനെ എന്ന് വിളിക്കുന്നു എന്നാണ് പറയുന്നത്. ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭാതർ പറയുന്ന മറ്റൊരു പ്രധാന കാര്യം, ഭഗവത്ഗീതയിലെ എല്ലാ അധ്യായങ്ങളിലും പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭക്തിപൂർവം സേവിക്കുകയാണ് ചെയ്യേണ്ടത്. ഭക്തിയോഗമാണ് എല്ലാ അധ്യായത്തിലും പറയുന്നത് എന്ന് ശ്രീല പ്രഭാതർ പറയുന്നത്. എല്ലാ അധ്യായത്തിലും ഭക്തിയോഗം, ഭഗവാന്റെ സേവനം ചെയ്യണം, ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കണം, ഭഗവാനിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് എല്ലാ അധ്യായത്തിലും പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നത് ഓരോ അധ്യായവും ഓരോ യോഗങ്ങളാണ് ഉപദേശിക്കുന്നത് എന്നാണ്. അല്ലെ, അങ്ങനെയാണ് സാധാരണ ആളുകൾ പറഞ്ഞു തരുന്നത്. ഓരോ അധ്യായം ഓരോ യോഗങ്ങളാണ്. ഒന്ന് കർമ്മയോഗമാണെങ്കിൽ ഒന്ന് കർമ്മയോഗം, മറ്റൊന്ന് ജ്ഞാനയോഗം, ധ്യാനയോഗം, ജ്ഞാനവിജ്ഞാന യോഗം, ഭക്തിയോഗം, അഷ്ടാംഗയോഗം, ഇങ്ങനെ വ്യത്യസ്ത യോഗങ്ങളാണ് ഓരോ അധ്യായത്തിലും പറയുന്നത് എന്നാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ ശ്രീല പ്രഭാതർ പറയുന്നു എല്ലാ അധ്യായങ്ങളിലും യഥാർത്ഥത്തിൽ പറയുന്നത് എന്താണ്? ഭഗവാന്റെ ഭക്തിയോഗം തന്നെയാണ്. ഒന്നുകിൽ നേരിട്ട് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ പരോക്ഷമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാലും കാണാൻ സാധിക്കും, എല്ലാ അധ്യായത്തിലും ഭക്തിയോഗം പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാ അധ്യായത്തിലെയും ശ്ലോകങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ബുദ്ധിയോഗം ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. ബുദ്ധിയുക്തോ ജഹാദീന ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്യ യോഗ കർമ്മസു കൗശലം. യോഗത്തിനായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബുദ്ധിയോഗം യഥാർത്ഥത്തിൽ ഭക്തിയോഗം തന്നെയാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ 50-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ബുദ്ധിയോഗം ഉപദേശിക്കുന്നു. ആ ബുദ്ധിയോഗം എന്ത് തന്നെയാണ്? യഥാർത്ഥത്തിൽ ഭക്തിയോഗം തന്നെയാണ്. അത് നമ്മൾക്ക് പിന്നീട് ഉള്ള അധ്യായങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ബുദ്ധിയുടെ ലക്ഷ്യം എന്താണ്? ഭഗവാൻ എന്തിനാണ് ബുദ്ധി നൽകുന്നത്? അല്ലെ, ഏനമാം ഉപയാന്തിതേ, ഭഗവാനിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ബുദ്ധി നൽകിയിട്ടുള്ളത്. അതാണ് ബുദ്ധിയോഗം. അപ്പൊ ഭഗവാനിലേക്ക് തിരിച്ചു പോകുന്നത് ആരാണ്? ഭക്തന്മാരാണ്. അപ്പോൾ രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ബുദ്ധിയോഗം ഭക്തിയോഗം തന്നെയാണ്. മൂന്നാമത്തെ അധ്യായത്തിലും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. കർമ്മയോഗം. കർമ്മം ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള കർമ്മം അല്ലെങ്കിൽ അത് നമ്മളെ കർമ്മബന്ധനത്തിൽ പെടുത്തും എന്ന് മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അല്ലെ, ഓർമ്മയുണ്ടോ ശ്ലോകം? എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടി ചെയ്യണമെന്ന് മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. യെസ്, ഏതാണ്? എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടി ചെയ്യണം, ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങളായിരിക്കണം എന്ന് പറയും. മൂന്നാമത്തെ അധ്യായത്തില് 9-ാമത്തെ ശ്ലോകമാണോ പ്രഭുജി? ഏതാണ്? ലോകോയം കർമ്മബന്ധന എന്ന് പറഞ്ഞ ശ്ലോകം. മൂന്നാമത്തെ അധ്യായത്തില് 9-ാമത്തെ ശ്ലോകം. യജ്ഞാർത്ഥ കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. യജ്ഞത്തിനായിട്ട് കർമ്മം ചെയ്യുക. യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? യജ്ഞോ വൈ വിഷ്ണു. വിഷ്ണു തന്നെയാണ് യജ്ഞം. അപ്പൊ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക എന്നാണ് മൂന്നാമത്തെ അധ്യായത്തിലും പറയുന്നത്. ഭഗവാനെ സമർപ്പിച്ചുകൊണ്ടുള്ള കർമ്മത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ കർമ്മയോഗത്തിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഭക്തിയോഗം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഭഗവാൻ പറയുന്നത്. യജ്ഞാർത്ഥ കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. അതിനുവേണ്ടി കർമ്മം ചെയ്യുക, യജ്ഞത്തിനായിട്ട് കർമ്മം ചെയ്യുന്നത്.
യജ്ഞം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങളെയാണ് യജ്ഞം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭഗവാനെ തന്നെയാണ് യജ്ഞം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭക്തിയോഗം 3-ാമത്തെ അധ്യായത്തിലും പറയുന്നുണ്ട്. ഇനി 4-ാമത്തെ അധ്യായത്തിലും ഭഗവാന്റെ ഭക്തിയോഗം പറയുന്നുണ്ട്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാത്മോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. 24-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, എല്ലാം ബ്രഹ്മാർപ്പണമായിട്ട് ചെയ്യണം. ബ്രഹ്മാർപ്പണം, ബ്രഹ്മം എന്ന് പറയുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്, അല്ലെ? എല്ലാ ബ്രഹ്മത്തിന്റെയും ഉപരിയാണ് ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം. ബ്രഹ്മം നിലനിൽക്കുന്നത് തന്നെ ഭഗവാനിലാണ്. കാരണം ഭഗവാനാണ് പരബ്രഹ്മം. അർജുനൻ പറയുന്നു, പരബ്രഹ്മ പരംധാമ പവിത്രം പരമുപ്രഭ. ആ പരബ്രഹ്മത്തിന് സമർപ്പിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യണം എന്നാണ് 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഇനി 5-ാമത്തെ അധ്യായത്തിൽ ഭഗവാനെ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട്. 5-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാനെ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുന്നതും ഏത് യോഗമാണ്? ഭക്തിയോഗത്തിന്റെ ഭാഗം തന്നെയാണ്. ഭഗവാനെ 3 രീതിയിൽ മനസ്സിലാക്കണം എന്ന് 5-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് യഥാർത്ഥ ശാന്തി ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായി, അല്ലെ? 3 തരത്തിൽ ഭഗവാനെ മനസ്സിലാക്കണമെന്ന് എങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ഭക്താരം യജ്ഞതപസ്സാം സർവലോകമഹേശ്വരം സുഹൃതം സർവബോധാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. ആ ശ്ലോകമാണ് പ്രഭുജി. 29-ാമത്തെ ശ്ലോകം. ഭഗവാനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കണം. ഭഗവാനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുന്നത് ആരാണ്? ഭക്തന്മാരാണ്, അല്ലെ? ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം ഭഗവാനെ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കും. ആരാണ് ഭഗവാനെ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുന്നത്? ഭക്തന്മാരാണ് ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ആർജിക്കുന്നതിന് ഭഗവാൻ 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. ഇനി 6-ാമത്തെ അധ്യായത്തിന്റെ അവസാന ശ്ലോകവും നേരിട്ട് ഭക്തിയോഗം തന്നെയാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാനെ ഭജിക്കുന്നവരാണ് ഏറ്റവും ഉയർന്ന യോഗികൾ എന്നാണ് 6-ാമത്തെ അധ്യായത്തിന്റെ അവസാനം പറയുന്നത്, അല്ലെ? 6-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകം എന്താണ്? 47-ാമത്തെ ശ്ലോകം. യോഗിനാമപി സർവേഷാം മദ്ഗതേന അന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേയുക്തതമോ മദ. ഭജതേ, ഭഗവാനെ ഭജിക്കുന്നു. ആര്? ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി എന്താണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി ഭഗവാനെ മദ്ഗതേന അന്തരാത്മന, ഭഗവാനെ ഉള്ളിൽ സ്മരിച്ചുകൊണ്ട് വിശ്വാസപൂർവം ശ്രദ്ധാവാൻ ഭജതേ, ഭഗവാനെ ഭജിക്കുന്നു. യോമ സമയയുക്തതമോ മത, ആരെ ഭജിക്കുന്നു എന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നെ, ഭഗവാനെ തന്നെ. ഭഗവാൻ പറയുന്നു ഭഗവാനെ ഭജിക്കുന്നു. അപ്പോൾ ഭഗവാനെ ഭജിക്കുന്നു. ഭജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിക്കുക, ഭക്തിയുത സേവനം ചെയ്യുക. ആ ഭഗവാന്റെ സേവനം ചെയ്യുന്ന ഭക്തന്മാരാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി എന്ന് 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ നേരിട്ട് ഭക്തിയോഗം തന്നെയാണ് 6-ാമത്തെ അധ്യായത്തിലും ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി 7-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ നേരിട്ട് ഭക്തിയോഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലെ? 7-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, എല്ലാവിധ പാപങ്ങളും തീരുന്ന സമയത്ത് ഒരു വ്യക്തി ഭഗവാനെ ശരണം പ്രാപിക്കുമെന്നാണ് പറയുന്നത്. ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം യേശാം ത്വന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹ നിർമുക്ത ഭജന്തേ മാം പിണ്ടപ്രദ. 28-ാമത്തെ ശ്ലോകം 7-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാനെ ഭജിക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? യേശാം ത്വന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹ നിർമുക്ത ഭജന്തേ മാം ദൃഢപ്രദ. ആരുടെ പാപമാണോ പുണ്യകർമ്മങ്ങൾ കൊണ്ട് തീർന്നിട്ടുള്ളത്, ഒരുപാട് ജന്മങ്ങളിലൂടെ എല്ലാവിധ പാപങ്ങളും തീർന്നിട്ടുള്ള ഒരു വ്യക്തി
ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കും, ഭഗവാനെ കുറിച്ചുള്ള സത്യമൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവരെല്ലാവിധ സംശയങ്ങളിൽ നിന്നും മുക്തരാകും. ദ്വന്ദ്വമോഹ നിർമുക്ത. എന്നിട്ട് എന്ത് ചെയ്യും? ഭജന്തേ മാം ദൃഢവ്രത. ഭഗവാനെ ഭജിക്കും, ഭഗവാനെ ദൃഢവ്രതരായിട്ട് ഭജിക്കും, ഭഗവാന്റെ സേവനം ചെയ്യും, അവർ ഭക്തന്മാരായിട്ട് മാറും എന്നാണ് 7ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ അതും ഭക്തിയോഗം തന്നെയാണ്. ഭഗവാനെ ഭജിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവിധ പാപങ്ങളും തീരുന്നവരാണ് ഭഗവാനെ ഭജിക്കുന്നത് പറയുന്നത്. 8ാമത്തെ അധ്യായത്തിൽ പല ശ്ലോകങ്ങളിലും ഭക്തിയോഗത്തിനെ കുറിച്ച് നേരിട്ട് പറയുന്നുണ്ട്. ഭഗവാനെ നിരന്തരം സ്മരിക്കുന്നതിന് വേണ്ടി പറയുന്നുണ്ട്. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധജ മയ്യർപ്പിത മനോബുദ്ധിർ മാമേവേശസി അസംശയ. 8ാമത്തെ അധ്യായത്തിൽ 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. തസ്മാത് സർവേഷു കാലേഷു, അതുകൊണ്ട് എന്ത് വേണം? എല്ലാ സമയത്തും ഭഗവാനെ സ്മരിക്കണം. മാം അനുസ്മര, എന്നിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്യണം. ഭഗവാനെ നിരന്തരം സ്മരിക്കുന്നവരാരാണ്? ഭഗവാന്റെ ഭക്തന്മാരാണ്. മയ്യർപ്പിത മനോബുദ്ധിർ, ഭഗവാന് മനസ്സും ബുദ്ധിയൊക്കെ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് മാമേവേശസി അസംശയം, ഭഗവാന്റെ അടുത്തേക്ക് എന്ന് തിരിച്ചു പോകാൻ സാധിക്കും എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ഒന്നും കേൾക്കാമല്ലോ മാതാജി? ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ല. കേൾക്കണില്ല. അല്ല, ഒന്നും കേൾക്കില്ല. പ്രഭുജിക്ക് നെറ്റ് പോയിട്ടുണ്ടാവും, വേണമെങ്കിൽ നെറ്റ് ഇഷ്യൂ ഉണ്ടാവും. ഹരേ കൃഷ്ണ. പ്രഭുജി ലെഫ്റ്റ് ആയല്ലോ. യെസ്, ലെഫ്റ്റായി. അംബിക മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ഒന്ന് വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. ആ നെറ്റ് പോയി ശരി, തന്നെയായിരിക്കും. കുറച്ച് വെയിറ്റ് ചെയ്യാം. നെറ്റ് ഇഷ്യൂ ആയിരിക്കും. അതെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എല്ലാ അധ്യായത്തിലും ഭക്തിയോഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഭക്തിയോഗത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവസാനം ഏത് ശ്ലോകമാണ് പറഞ്ഞത്? ഏത് അധ്യായമാണ് പറഞ്ഞത്? 8ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം പ്രഭുജി. 8ാമത്തെ അധ്യായത്തിലും
ഭഗവാനെ നിരന്തരം സ്മരിച്ചുകൊണ്ട് പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എട്ടാമത്തെ അധ്യായത്തിൽ 7ാമത്തെ ശ്ലോകം. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യച മയി അർപ്പിത മനോബുദ്ധിർ മാമേവേശസി അസംശയം. എനിക്ക് എല്ലാവിധ കർമ്മങ്ങളും അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുക, എല്ലാ സമയത്തും എന്നെ സ്മരിക്കുക എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാനെ നിരന്തരം സ്മരിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നു. അതേപോലെ ഭഗവാനെ ശരണം പ്രാപിച്ചവർക്ക് പുനർജന്മമില്ല എന്ന് 8ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. 15ാമത്തെ ശ്ലോകത്തിൽ മാമുപേദ്യ പുനർജന്മം ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തി മഹാത്മാന സംസിദ്ധിം പരമാന്തര. ആരാണോ ഭഗവാൻ ശ്രീകൃഷ്ണനെ ശരണം പ്രാപിക്കുന്നത് അവർക്ക് പുനർജന്മമില്ല, ഈ ദുഃഖാലയത്തിൽ വീണ്ടും ജനിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാനെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഭക്തിയോഗം തന്നെയാണ്, അല്ലെ? ഭക്തിയോഗം തന്നെയാണ് പറയുന്നത്. 9ാമത്തെ അധ്യായത്തിലും ഭഗവാൻ ഭക്തിയോഗത്തിനെ കുറിച്ച് നേരിട്ട് പറയുന്നുണ്ട്. നിരന്തരമായിട്ട് ഭക്തിയോഗത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഭഗവാനെ അവഗണിക്കുന്നവർ വിഡ്ഢികളാണ് എന്ന് 9ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അവജാനന്തി മാം മുധ മാനുഷീം തനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമഭൂത മഹേശ്വരം 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഭഗവാനെ അവഗണിക്കുന്നവർ വിഡ്ഢികളായിട്ടുള്ള ആളുകളാണ് എന്ന് പറയുന്നു. മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ ഭഗവാനെ ഭജിക്കുന്നവരാണ് എന്ന് 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. മഹാത്മാനസ്തു മാം പാർത്ഥ ദേവീ പ്രകൃതിമാശ്രിത ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത്വാ ഭൂതാദി അദ്യ. ആരാണോ ദൈവിക പ്രകൃതിയെ ശരണം പ്രാപിച്ച് ഭഗവാനെ നിരന്തരം ഭജിക്കുന്നത്, ഭഗവാനെ ഭജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സേവിക്കുന്നത്, അത് ഭഗവാന്റെ ഭക്തന്മാരാണ് ചെയ്യുന്നത്, അല്ലെ? അവർ മഹാത്മാക്കളാണെന്ന് ഭഗവാൻ അവിടെ പറയുന്നുണ്ട്. അവരെന്ത് ചെയ്തു എന്നും പറയുന്നുണ്ട്. സതതം കീർത്തയന്തോ മാം യദന്തശ്ച. അവരെപ്പോഴും ഭഗവാനെ കീർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഭഗവാനെ നമസ്കരിക്കുന്നു, ഭഗവാനെ ഉപാസിക്കുന്നു. അത് നേരിട്ട് ഭക്തിയോഗം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവസാന ശ്ലോകം 9ാമത്തെ അധ്യായത്തിന് അവസാന ശ്ലോകവും നേരിട്ട് ഭക്തിയോഗത്തിനെ കുറിച്ച് പറയുന്നതാണ്. മന്മനാഭവ മദ്ഭക്തോ, എന്റെ ഭക്തനാകൂ എന്ന് ഭഗവാൻ അവിടെ പറയുന്നുണ്ട്. മന്മന, മനസ്സ് എനിക്ക് നൽകൂ, എന്റെ ഭക്തനാകൂ. മദ്യാജി, എന്നെ ആരാധിക്കൂ. മാം നമസ്കരൂ, എന്നെ നമസ്കരിക്കൂ. അങ്ങനെയാണെങ്കിൽ മാമേവേശസി ദൈവം ആത്മാനം മത്പരായണ. അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും, അല്ലെ? അപ്പൊ 9ാമത്തെ അധ്യായം ഭക്തിയോഗം തന്നെയാണ്. 10ാമത്തെ അധ്യായത്തിലും ഭക്തിയോഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. അഹം സർവസ്യ പ്രഭുവോ മത്തസർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവസമന്വിത. ഭഗവാനെ ആരാണ് ഭജിക്കുന്നത്, ഭഗവാനെ ഭക്തിപൂർവം ആരാണ് സേവിക്കുന്നത് എന്നാണ് പറയുന്നത് 8ാമത്തെ ശ്ലോകത്തിൽ. 10ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ ശ്ലോകത്തിൽ അഹം സർവസ്യ പ്രഭുവോ മത്തസർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാ. ഭജന്തേ, ഭഗവാനെ ഭജിക്കുന്നു, ഭഗവാനെ സേവിക്കുന്നു. ആര്? ബുധാഭാവസമന്വിത, ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തി. ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികൾ ഭഗവാൻ ആണ് എല്ലാറ്റിന്റെയും ഉറവിടം എന്ന് മനസ്സിലാക്കി ഭഗവാനെ സർവ്വവിധത്തിലും ഭാവസമന്വിത, എല്ലാവിധത്തിലും സേവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 10ാമത്തെ അധ്യായത്തിലും നേരിട്ട് ഭക്തിയോഗം തന്നെ ഭഗവാൻ ഉപദേശിക്കുന്നത്. ഇനി 11ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വിശ്വരൂപ ദർശനത്തിൽ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭക്തിയില്ലാതെ ഭഗവാന്റെ രൂപത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല. ഭഗവാന്റെ രൂപം ദർശിക്കണമെങ്കിൽ ഭക്തിയോഗത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള രൂപം ദർശിക്കണമെങ്കിൽ ഭക്തിയോഗത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ഭഗവാൻ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. 52, 53 ശ്ലോകത്തിൽ പറയുന്നു, അല്ലെ? നാഹം വേദേ ന തപസ ന ദാനേന ന ചേജ്യ ശക്യ ഏവം വിധോ ദൃഷ്ടം ദൃഷ്ടവാനസ്യ മാം യഥാ ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിധോ അർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേശിതും ച പരന്തപ. ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്, ഭക്തി കൊണ്ട് മാത്രമേ എന്റെ ഈ രൂപം, ദിവ്യമായിട്ടുള്ള രൂപം ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. ഭക്ത്യാ ത്വനന്യയാ ശക്യ, ഭക്തി കൊണ്ട് മാത്രം. ഭക്ത്യാ ത്വനന്യയാ, മറ്റൊന്നും സാധിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നാഹം വേദേ ന തപസ, വേദ പഠനം കൊണ്ടോ തപസ്സുകൊണ്ടോ ന ദാനേന,
ദാനം ചെയ്തത് കൊണ്ടോ ചേച്ചയ യജ്ഞങ്ങൾ സമർപ്പിച്ചത് കൊണ്ടോ ശക്യ ഏവം വിധോ ദൃഷ്ടം ദൃഷ്ടമാനസി മാമ്യത. യജ്ഞങ്ങൾ ചെയ്തത് കൊണ്ടോ ദാനങ്ങൾ ചെയ്തത് കൊണ്ടോ തപസ് ചെയ്തത് കൊണ്ടോ വേദപഠനം നടത്തിയത് കൊണ്ടോ ഭഗവാന്റെ രൂപം ദർശിക്കാൻ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഭക്ത്യാത്വനന്യാ ശക്യ. ഭക്തി കൊണ്ട് മാത്രമേ എന്റെ ഈ ദിവ്യമായിട്ടുള്ള രൂപം ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. ദർശിക്കുക മാത്രമല്ല, ജ്ഞാതം ദ്രഷ്ടും ച തത്വേന പ്രവേശിക്കും ച പരന്തപം. രൂപം ദർശിക്കുക, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുക, ജ്ഞാതും ദ്രഷ്ടും തത്വേന യഥാർത്ഥത്തിൽ പ്രവേശിക്കും, ഭഗവാനിലേക്ക് തിരിച്ചു പോവുക, ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുക. ഇതൊക്കെ സാധിക്കുന്നത് എങ്ങനെയാണ്? ഭക്ത്യാത്വനന്യാ ശക്തി. ഭക്തിയോഗത്തിലൂടെ മാത്രമേ അത് സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ അവിടെ പറയുന്നു. പിന്നെ 12ാമത്തെ അധ്യായം ഭക്തിയോഗം തന്നെയാണ്. നേരിട്ട് ഭഗവാന്റെ രൂപത്തിനെ ആരാധിക്കുന്നവരാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള യോഗികൾ എന്നവിടെ ഭഗവാൻ പറയുന്നത്. മയ്യാവേശ മനോയേമാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോവേദ തമേ യുക്തതമാ മത. നേരിട്ട് ഭഗവാന്റെ രൂപത്തിനെ ആരാധിക്കുന്നവരാണ്, ഉപാസിക്കുന്നവരാണ് ഏറ്റവും ഉന്നതരായിട്ടുള്ള യോഗികൾ എന്ന് ഭഗവാൻ അവിടെയും പറയുന്നുണ്ട്. 12ാമത്തെ പ്രഭു അതേ ഏതാ ശ്ലോകം പ്രഭു? 12 2ാമത്തെ ശ്ലോകം. മയ്യാവേശ മനോയിമാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേത തേമേ യുക്തതമോ മത. നേരിട്ട് ഭഗവാന്റെ രൂപം ആരാധിക്കുന്നവരാണ് ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ എന്ന് ഭഗവാൻ പറയുന്നു. പലതരത്തിലുള്ള ആത്മീയവാദികളുണ്ട്. അവരിൽ ഭഗവാന്റെ രൂപത്തെ നേരിട്ട് ആരാധിക്കുന്നവരാണ്, ഭഗവാനോട് നേരിട്ട് ആകർഷണമുള്ളവരാണ് ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ. അതായത് ഭക്തിയോഗികളാണ് ഭഗവാന്റെ രൂപം ആരാധിക്കുന്നവർ, അവരാണ് ഉത്തമരെന്ന് അർജുനന് പറഞ്ഞത്. അപ്പൊ 12ാമത്തെ അധ്യായത്തിൽ മുഴുവൻ ഭക്തിയോഗത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഏത് തരത്തിലുള്ള ഭക്തന്മാരെയാണ് ഭഗവാൻ ഇഷ്ടം എന്നൊക്കെ ഭഗവാൻ ഭക്തിയോഗത്തിൽ വിശദീകരിക്കുന്നു. 12ാമത്തെ ഭക്തിയോഗം തന്നെയാണ്. പിന്നീട് 13ാമത്തെ അധ്യായത്തിൽ ക്ഷേത്രജ്ഞാനത്തിലും ഭഗവാൻ ഭക്തിയോഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാൻ 13ാമത്തെ അധ്യായത്തിൽ ഉപദേശിച്ചിട്ടുള്ള ത്രിഗുണങ്ങളെ കുറിച്ചും ഭൗതിക പ്രകൃതിയെ കുറിച്ചും ക്ഷേത്രജ്ഞന്മാരെ കുറിച്ചും മനസ്സിലാവുകയുള്ളൂ എന്ന് ഭഗവാൻ അവിടെ 13ാമത്തെ അധ്യായത്തിൽ 19ാമത്തെ ശ്ലോകത്തിൽ പറയാം. അവിടെ പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ മനസ്സിലാകുന്നത് ആർക്ക് മാത്രമാണ്? ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമാണ്. അതുകൊണ്ട് ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭഗവാന്റെ ഭക്തനാകണം എന്ന് തന്നെയാണ്. ഇതി ക്ഷേത്രം തഥാജ്ഞാനം ജ്ഞേയം ചോക്തം സമാസത മത് ഭക്ത ഏതവിജ്ഞായ മദ്ഭാവായോപപദ്ധ്യത. അല്ലെ, അപ്പം എല്ലാ അധ്യായങ്ങളിലും ഭക്തിയോഗമാണ് ഉപദേശിക്കുന്നത് എന്നും ആർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ? ഭഗവാന്റെ ഭക്തന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ശീലപ്രഭുപാദര് അത് വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തരുന്നത്. ശീലപ്രഭുപാദർക്ക് അറിയാം ഭഗവാൻ എല്ലാ അധ്യായത്തിലും ഉപദേശിക്കുന്നത് ഭക്തിയോഗം തന്നെയാണ്. വ്യത്യസ്ത പേരുകൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിലും ആക്ച്വലി ഭഗവാൻ പറയുന്നത് ഭക്തിയോഗത്തിനെ കുറിച്ച് തന്നെ. അപ്പൊ നമ്മൾ നോക്കുമ്പോഴും അത് സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ എടുത്തെടുത്ത് ഭക്തിയോഗത്തിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ 13ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, ഇതി ക്ഷേത്രം തഥാജ്ഞാനം ജ്ഞേയം ചോക്തം സമാസത മത് ഭക്ത ഏതദ്വിജ്ഞായ മദ്ഭാവായോപപദ്ധ്യത. എന്റെ ഭക്തൻ മാത്രം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവരും ഭഗവത്ഗീത പഠിക്കുമെങ്കിലും ജ്ഞാനകാണ്ഡത്തിലും കർമ്മകാണ്ഡത്തിലും ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണമായിട്ടും ഭഗവാനെ കുറിച്ചുള്ള സത്യം ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. ഭഗവാനെ കുറിച്ച് അതേപടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭക്തിയോഗത്തിൽ തന്നെയാണ് എന്നിവിടെ 13ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു. അതിനുശേഷം 14ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ത്രിഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ത്രിഗുണങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നത് ഭക്തിയോഗത്തിലൂടെയാണ് എന്ന് 26ാമത്തെ ശ്ലോകത്തിൽ 14ാമത്തെ അധ്യായത്തിൽ 26ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു. ഭക്തിയോഗം അവിടെ നിർദ്ദേശിക്കുന്നു. മാംചയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീത്യതാൻ ബ്രഹ്മഭൂയായ
കൽപ്പതേ. ആരാണോ നിരന്തരമായിട്ട് എന്റെ ഭക്തി സേവനം ചെയ്യുന്നത് ആ വ്യക്തിയെ ത്രിഗുണങ്ങൾ ബാധിക്കുന്നില്ല. ത്രിഗുണങ്ങൾക്ക് പുറത്തു കിടക്കാൻ ഭക്തിയോഗത്തിലൂടെ അവന് സാധിക്കുന്നു എന്നും ഭഗവാൻ അവിടെ ഭക്തിയോഗം നിർദ്ദേശിക്കുന്നുണ്ട്. അവ്യഭിചാരേണ ഭക്തിയോഗം, നിരന്തരമായിട്ടുള്ള ഭക്തിയോഗമാണ് അവിടെ ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് 14-ാമത്തെ അധ്യായത്തിൽ. 15-ാമത്തെ അധ്യായത്തിലും ഭഗവാനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി അംഗീകരിക്കുന്നതിനെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ആരാണോ ഭഗവാൻ ശ്രീകൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് മനസ്സിലാക്കി ഭജിക്കുന്നത്, ഭജതി മാം, എങ്ങനെ ഭജിക്കുന്നത്? സർവഭാവേന, എല്ലാ ശക്തിയും എടുത്ത് എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഭഗവാനെ സേവിക്കുന്നത്. ആ വ്യക്തി ആരാണ്? സർവവിദ്, എല്ലാ വേദങ്ങളും മനസ്സിലാക്കിയ വ്യക്തിയായിട്ട് ഭഗവാൻ അംഗീകരിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ സേവനം തന്നെയാണ് ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. ഭജതി മാ അസമ്മൂഢോ, എല്ലാ വ്യക്തിത്തരങ്ങളും ഇല്ലാതായിട്ടുള്ള വ്യക്തി, യഥാർത്ഥ ജ്ഞാനം ലഭിച്ച വ്യക്തി ഭഗവാനെ പരമപുരുഷനായിട്ട് മനസ്സിലാക്കി ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനെ സേവിക്കുമെന്നാണ് 15-ാമത്തെ അധ്യായത്തിലും പറയുന്നത്. ശ്ലോകം പ്രഭു, ശ്ലോകം ഏതാ പ്രഭു? 15-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകം. 15-ാമത്തെ അധ്യായത്തിൽ 20 ശ്ലോകങ്ങളേ ഉള്ളൂ. 19-ാമത്തെ ശ്ലോകം 16-ാമത്തെ ശ്ലോകം. ക്രൂരാൻ സംസാരേഷു നരാതമാൻ അതാണോ? അല്ല അല്ലെ? 16-ാമത്തെ ശ്ലോകത്തിൽ എവിടെയാണ് ഭഗവാന്റെ സേവനത്തിനെ കുറിച്ച് പറയുന്നത്? അസുരന്മാർ ഒരിക്കലും ഭഗവാനെ സേവിക്കുന്നില്ല എന്നാണ്. അസുരൻ യോനി വാപന്ന മൂഢ ജന്മനി ജന്മനി മാം അപ്രാപ്യേവ കൗന്ദയ തതോ യാത്രി അധമാ. അവിടെ ഭഗവാൻ ഇൻഡയറക്റ്റ് ആയിട്ട് ഭക്തിയോഗം പറയുന്നത് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാത്തവരാരാണ്? അസുരന്മാരാണ് എന്ന് പറയും. അപ്പോൾ സുരന്മാരായിട്ടുള്ള ആളുകൾ എന്ത് വേണം? ഭഗവാനെ സേവിക്കണം എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാനെ സേവിച്ചിട്ടില്ലെങ്കിൽ, ഭഗവാന്റെ ഭക്തി ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിട്ട് മാറും? അസുരന്മാരായിട്ട് മാറും എന്ന് പറയും. ഇനി 17-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തിലും ഭഗവാൻ എല്ലാ കർമ്മങ്ങളും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറയുന്നത് അല്ലെ? അശ്രദ്ധയാ ഹൃദം ദത്തം തപസ്തപ്തം അസത് ഇത്യുച്യതേ പാർത്ഥ. ഭഗവാന് സമർപ്പിക്കാതെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എന്താണ്? അസത്താണ്, പ്രയോജനവുമില്ല എന്നുള്ളതാണ്. എല്ലാ കർമ്മങ്ങളും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് 18-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ നേരിട്ട് ഭക്തിയോഗം ഉപദേശിക്കുന്നുണ്ട്. ഭഗവാൻ മന്മനാഭവ എന്നുള്ള ശ്ലോകം ഈ അധ്യായത്തിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് 18-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഭക്ത്യാമാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദം. കൊണ്ട് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് 58-ാമത്തെ ശ്ലോകം 55-ാമത്തെ ശ്ലോകം. അതേപോലെ 65-ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും ഭഗവാന്റെ ഭക്തന്മാരാകണം എന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. മന്മനാഭവം മത്വം 9-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഇവിടെ 18-ാമത്തെ അധ്യായത്തിൽ വീണ്ടും പറയും മന്മനാഭവം നമസ്കുരു മാമേ. അതിനുശേഷം അവസാനം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജാം 66-ാമത്തെ ശ്ലോകം. എല്ലാം ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ശീലപ്രഭുപാദർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം അതേപടി നമുക്ക് ഭഗവത്ഗീതയിൽ കാണാൻ സാധിക്കും. എല്ലാ മതത്തിനും നേരിട്ട് ഭക്തിയോഗത്തെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. അത് വേറെ വേറെ യോഗങ്ങളല്ല ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. ആക്ച്വലി ഭഗവാൻ ഭക്തിയോഗം തന്നെയാണ് എല്ലാ അധ്യായത്തിലും
നിർദ്ദേശിക്കുന്നത്. 16-ാമത്തെ അധ്യായത്തില് മനസ്സിലായിട്ടില്ല പ്രഭു. 16-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, ഭഗവാന് സമർപ്പിക്കാതെ പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ആസുരികമായിട്ടുള്ള സ്വഭാവമായിട്ട് മാറും. അല്ലെങ്കിൽ ഭഗവാന് സമർപ്പിക്കാത്തവരെല്ലാം ആസുരിക സ്വഭാവമുള്ളവരാണ്. ശ്ലോക നമ്പർ ഏതാ പ്രഭു? അത് 20-ാമത്തെ ശ്ലോകം. ആസുരി യോനി മാപന മൂഢ ജന്മനി ജന്മനി മാം അപ്രാപ്യേവ കൗന്ദയ തതോ യാതി അധമാം ഗതി. അസുരി സ്വഭാവത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഭഗവാനെ ശരണം പ്രാപിക്കാൻ സാധിക്കില്ല എന്നാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തനാകാൻ സാധിക്കില്ല. അപ്പൊ ഭഗവാന്റെ ഭക്തനാകാൻ സാധിക്കാത്ത ആർക്കാണ്? ആസുരിക സ്വഭാവത്തിലേക്ക് പോയി കഴിഞ്ഞാലാണ് ഭഗവാനെ ശരണം പ്രാപിക്കാൻ സാധിക്കാത്തത്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് ഭഗവാൻ ഭക്തിയോഗത്തിനെ കുറിച്ച് പറയുന്നതാണ്. അതിനുശേഷം വീണ്ടും ഭഗവാൻ പറയുന്നുണ്ട്, ശാസ്ത്രം അനുസരിച്ച് വേണം പ്രവർത്തിക്കേണ്ടത്. തസ്മാത് ശാസ്ത്രം പ്രമാണത്തെ കാര്യാകാര്യ വ്യവസ്ഥിതം. ശാസ്ത്രം അനുസരിച്ച് അല്ലെങ്കിൽ വേദങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാൻ എന്ന് ഭഗവാൻ പറയുന്നത്. വേദങ്ങളിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ? വേദയിച്ച് സർവേ അഹമേവ വേദ്യം. എല്ലാ വേദങ്ങളിലും ഭഗവാന്റെ ആരാധനയാണ് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെയും ഭഗവാൻ ഭക്തിയോഗത്തിലേക്ക് വരാൻ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. ഇങ്ങനെ എല്ലാ അധ്യായത്തിലും നമുക്ക് ഭക്തിയോഗത്തിനെ കുറിച്ച് ഭഗവാൻ പറയുന്നത് കാണാൻ സാധിക്കും. എല്ലാ അധ്യായത്തിലും നിർദ്ദേശിക്കുന്ന യോഗമാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ശ്രീല പ്രഭാകർ പറഞ്ഞിട്ടുള്ളത്. എല്ലാ അധ്യായത്തിലും ഭക്തിപൂർവമായ ഭഗവത് സേവനമാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യമെന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിലെ എല്ലാ അധ്യായങ്ങളിലും ഊന്നി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ശ്രീല പ്രഭാകർ പറഞ്ഞത്. അത് നമുക്ക് ശ്ലോകത്തിൽ ഡയറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. നേരിട്ട് ഭഗവാൻ ഭക്തി ഭക്തി എന്ന് പറയുന്നത്, എന്റെ ഭക്തനാകും, എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യും, എല്ലാ സമയവും എന്നെ സ്മരിക്കും, എന്നെ ശരണം പ്രാപിക്കും, എന്നെ നമസ്കരിക്കും, എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് എല്ലാ അധ്യായത്തിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അപ്പോൾ വായിച്ചിട്ടുള്ളതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ശ്ലോകം വായിക്കാം.